തുടക്കകാലങ്ങളിൽ വളരെ ഒരു പ്രശ്നമായിരുന്നു പറയാൻ. ഭീകരമായിട്ട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പലരും എന്നെ എന്താ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാന്ന് പറഞ്ഞ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോഴും ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാനപ്പോൾ അതിനെ തുടർന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ആ രീതിയിലുള്ള നമ്മൾ സ്വന്തക്കാർ വരെ ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരും. ലാസ്റ്റ് ഞാനിപ്പോൾ എത്തിപ്പെട്ട് കിടക്കുന്ന പറഞ്ഞാൽ എനിക്കെതിരെ മതവാദികൾ അഴിഞ്ഞാടിയുണ്ട്. ഇപ്പോഴും 153 ചാർജ് ചെയ്ത് മതകലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉള്ളു കൊള്ളുന്ന മതമാണ് ഇസ്ലാം. ഞാൻ ഇവരെ ഹദീസിലും കിതാബിലും ഖുർആനൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞത്. പക്ഷേ വിശ്വാസികൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ഉള്ളതാണ് എന്ന്. കാരണം അവർ മനസ്സിലാക്കുന്ന ഇസ്ലാം, അവർ കണ്ട ഇസ്ലാം, അവർ കേട്ട ഇസ്ലാം, അവർ എന്താ പഠിച്ച മുഹമ്മദ് നബി ചര്യകളൊന്നും ഇതല്ല എന്നുള്ള ധാരണയല്ല. പക്ഷെ നമ്മൾ മുസ്ലിമിനോടെതിരല്ല, നമ്മുടെ ഇസ്ലാം എന്ന ഐഡിയോളജിയോടാണ് നമ്മളെതിരെ. എല്ലാ മത ഐഡിയോളജിയോടാണ് എതിരെ. ഒരു മതക്കാരനോട് നമ്മളെതിരല്ല, ശത്രുത പുലർത്തുന്നില്ല. കാരണം എല്ലാവരും മതത്തിന്